Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പഴയങ്ങാടിയിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ യുവതിക്ക് നഷ്ടപ്പെടേണ്ടിയിരുന്നത് ലക്ഷങ്ങൾ. കേരള ഗ്രാമീൺ ബാങ്ക് പഴയങ്ങാടി ബ്രാഞ്ചിലെത്തിയ യുവതിക്ക് പണം നഷ്ടപ്പെടാതിരുന്നത് ജീവനക്കാരൻ വിഷ്ണു വിജയന്റെ ഇടപെടലിലൂടെ. MLAയുടെ അഴിമതിക്കെതിരെയും CPM നടത്തുന്ന അക്രമങ്ങൾക്കെതിരെയും എന്ന മുദ്രാവാക്യവുമായി DCCയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ സത്യഗ്രഹ സമരം സംഘടിപ്പിച്ചു. സജീവ് ജോസഫ് MLA സമരം ഉദ്ഘാടനം ചെയ്തു. ഫണ്ട് വിവാദത്തിൽ TI മധുസൂദനൻ MLAയുടെ രാജി ആവശ്യപ്പെട്ട് പയ്യന്നൂരിൽ മാർച്ച് നടത്തിയ 209 BJP പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. മാർഗതടസ്സം സൃഷ്ടിച്ചതിനാണ് കേസ്. റോഡിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ ഡ്രൈവർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സൗജന്യ കേൾവി കാഴ്ച പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായാണ് വിവിധ സംഘടനകളുമായി ചേർന്ന് പഴയങ്ങാടിയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് KN ഗീത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പഴയങ്ങാടിയിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ യുവതിക്ക് നഷ്ടപ്പെടേണ്ടിയിരുന്നത് ലക്ഷങ്ങൾ. കേരള ഗ്രാമീൺ ബാങ്ക് പഴയങ്ങാടി ബ്രാഞ്ചിലെത്തിയ യുവതിക്ക് പണം നഷ്ടപ്പെടാതിരുന്നത് ജീവനക്കാരൻ വിഷ്ണു വിജയന്റെ ഇടപെടലിലൂടെയാണ്. സൈബർ തട്ടിപ്പിലൂടെ പണം തട്ടുന്ന സംഭവങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. തട്ടിപ്പുകാരുടെ കെണിയിൽപ്പെട്ടു പോകുന്നവരുടെ എണ്ണം ചെറുതല്ല. കഴിഞ്ഞ ദിവസം പഴയങ്ങാടിയിലെ യുവതിക്ക് ഇത്തരത്തിൽ സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമാകേണ്ടിയിരുന്നത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ നൽകിയാൽ ഒരാഴ്ചക്കുള്ളിൽ ഇരട്ടി നൽകാമെന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ച യുവതി കടം വാങ്ങിയും ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നും പിൻവലിച്ചും തുക സമാഹരിക്കുകയായിരുന്നു. പണം ട്രാൻസ്ഫർ ചെയ്യാനെത്തിയ യുവതി നൽകിയ അക്കൗണ്ട് നമ്പറിൽ സംശയം തോന്നിയ ഓഫീസ് അസിസ്റ്റന്റായ വിഷ്ണു വിജയൻ അവരുമായി സംസാരിച്ചപ്പോഴാണ് സൈബർ തട്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കിയത്. സുഹൃത്തായ സൈബർ സെൽ ഉദ്യോഗസ്ഥന്റെ കൂടെ സഹായത്തോടെയാണ് യുവതിയെ തട്ടിപ്പിൽപ്പെടാതെ പിന്തിരിപ്പിക്കാനായതെന്ന് വിഷ്ണു പറയുന്നു. സൈബർ സെല്ലിന്റെ നിരീക്ഷണ പ്രകാരം പലവിധത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി കോടികളാണ് ഇത്തരത്തിൽ തട്ടിപ്പ് സംഘം ദിവസവും കൈക്കലാക്കുന്നത്. അത്രയും വിശ്വസനീയമായ രീതിയിലാണ് ഇവർ തന്ത്രങ്ങൾ മെനയുന്നത്. ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായ ബോധവൽക്കരണം നടത്തിയിട്ടും ആളുകൾ വീണ്ടും ഇത്തരം തട്ടിപ്പുകളിൽ പെടുകയാണ്. ജനങ്ങൾ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. MLAയുടെ അഴിമതിക്കെതിരെയും CPM നടത്തുന്ന അക്രമങ്ങൾക്കെതിരെയും എന്ന മുദ്രാവാക്യവുമായി DCCയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ സത്യഗ്രഹ സമരം സംഘടിപ്പിച്ചു. സജീവ് ജോസഫ് MLA സമരം ഉദ്ഘാടനം ചെയ്തു. CPIM അഴിമതിക്കും ഗുണ്ടായിസത്തിനും ജനാധിപത്യ ധ്വംസനത്തിനും എതിരെ എന്ന മുദ്രാവാക്യവുമായി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. ഇരിക്കൂർ MLA സജീവ് ജോസഫ് സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. ഗുരുതരമായ ഒരു അഴിമതി ഒരുപക്ഷേ കേരളത്തിൽ തന്നെ CPM എന്ന പാർട്ടിക്ക് നേരെ മാത്രമല്ല നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന, കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന, നമ്മുടെ നാടിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഫാസിസ്റ്റ് സംഘടനകളായി ലോകത്തറിയപ്പെടുന്ന തീവ്രവാദ സംഘടനകളെ പോലും ലജ്ജിപ്പിക്കുന്ന ഗുരുതരമായ ആരോപണത്തിനാണ് പയ്യന്നൂരിലെ
CPM നേതൃത്വം ആരോപണം നേരിടുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ കാണുകയാണ്. DCC വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂർ അധ്യക്ഷത വഹിച്ചു. നിരവധി നേതാക്കൾ സത്യാഗ്രഹത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഫണ്ട് വിവാദത്തിൽ TA മധുസൂദനൻ MLAയുടെ രാജി ആവശ്യപ്പെട്ട് പയ്യന്നൂരിൽ മാർച്ച് നടത്തിയ 209 BJP പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. മാർഗതടസ്സം സൃഷ്ടിച്ചതിനാണ് കേസ്. ഫണ്ട് വിവാദത്തിൽ TA മധുസൂദനൻ MLAയുടെ രാജി ആവശ്യപ്പെട്ട് പയ്യന്നൂരിൽ മാർച്ച് നടത്തിയ 209 BJP പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. മാർഗതടസ്സം സൃഷ്ടിച്ചതിനാണ് കേസെടുത്തത്. BJP കോഴിക്കോട് മേഖലാ സെക്രട്ടറി പനക്കീൽ ബാലകൃഷ്ണൻ, കുഞ്ഞിമംഗലത്തെ മോഹനൻ, AV സനൽ, നന്ദൻ പുതിയങ്കാവ്, കേളോത്തെ സുജിത്ത്, കാരയിലെ രമേശൻ, ധനീഷ് കണിയാംകുന്ന്, CK രമേശൻ, AP ഗംഗാധരൻ എന്നിവരുടെ പേരിലും കണ്ടാലറിയാവുന്ന 200 പേർക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. റോഡിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ, ഡ്രൈവർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സൗജന്യ കേൾവി കാഴ്ച പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായാണ് വിവിധ സംഘടനകളുമായി ചേർന്ന് പഴയങ്ങാടിയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് KN ഗീത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. റോഡപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന കാലഘട്ടത്തിൽ റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്ന ആപ്തവാക്യവുമായാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ മാസാചരണം സംഘടിപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. റോഡപകടങ്ങളിൽ ജീവൻ പൊലിയുന്നവരുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഡ്രൈവർമാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ കൂടിയാണ് സൗജന്യ കാഴ്ച കേൾവി പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. റോട്ടറി ക്ലബ്ബ് പഴയങ്ങാടി, ബസ് ഓപ്പറേറ്റേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തുടങ്ങി വിവിധ സംഘടനകളുമായി ചേർന്ന് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് വിവിധ ബസ് ഡ്രൈവർമാർക്ക് ഉൾപ്പെടെ പ്രയോജനപ്പെടുത്താൻ ആയി. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഇത്തരം പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് തളിപ്പറമ്പ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ P. സുധാകരൻ പറഞ്ഞു. തളിപ്പറമ്പ് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് KN ഗീത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ യുവത്വം ഒരുപാട് തരത്തിലുള്ള അശ്രദ്ധകൾ മുന്നോട്ട് കൊണ്ടുവന്നാണ് അവരുടെ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് നമ്മുടെ ജീവൻ നമുക്ക് വേണ്ടി എന്നുള്ള ആ ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് നമ്മളെല്ലാവരും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം കണ്ണുകളുടെ പരിശോധനയായാലും. PK അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് RTO ഷാനവാസ് കരീം മുഖ്യാതിഥിയായി. സഞ്ജു തായത്ത്, P. ശ്രീകല, K. വിജയൻ, VKV മനോജ്, പ്രശാന്ത് പട്ടുവം തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. വികസന രംഗത്ത് കേരളം നമ്പർ 1 ആണെന്നും വിദ്യാഭ്യാസ രംഗത്ത് കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ. ചെറുകുന്ന് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അസംബ്ലി ഏരിയയുടെയും സ്റ്റേജിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും വലിയ നിക്ഷേപം വിദ്യാഭ്യാസ മേഖലയിലാണ്. ഇപ്പോൾ സർക്കാർ ജീവനക്കാർ കേരളത്തിൽ 5 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരുണ്ട്. എന്നാൽ അതിന്റെ പകുതിയോളം ആളുകൾ വിദ്യാഭ്യാസ മേഖലയിലാണ്. അംഗൻവാടി മുതൽ യൂണിവേഴ്സിറ്റി വരെ. അപ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ പകുതിയോളം ആളുകൾ പ്രവർത്തിക്കുന്നു. ഓരോ മാസവും ഓരോ വർഷവും ആയിരക്കണക്കിന് കോടി രൂപയാണ് ശമ്പളം നൽകാൻ വേണ്ടി ചെലവഴിക്കുന്നത്. വികസന രംഗത്ത് മികച്ച രീതിയിലുള്ള മാതൃകാ പ്രവർത്തനങ്ങളാണ് കേരളം നടത്തിവരുന്നതെന്നും പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയെന്നും ബിനോയ് കുര്യൻ പറഞ്ഞു. 55 ലക്ഷം രൂപ ചെലവിലാണ് സ്കൂളിലെ അസംബ്ലി ഏരിയയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 25 ലക്ഷം രൂപ ചെലവിൽ സ്റ്റേജ് നിർമ്മാണവും പൂർത്തിയാക്കി. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KV രാധാകൃഷ്ണൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് ഷീബ P, ശ്രീലത P, പഞ്ചായത്ത് അംഗം ഷിമ MV, KV ശ്രീധരൻ, ഗണേശൻ M, പ്രേമ സുരേന്ദ്രൻ, ബാബുരാജൻ, സുനില V, ഷാജി K തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കേരള കോഓപ്പറേറ്റീവ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന റിലേ സത്യാഗ്രഹത്തിന്റെ പ്രചരണാർത്ഥമുള്ള വടക്കൻ മേഖലാ ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. താലൂക്ക് പ്രസിഡന്റ് M. ദാമോദരൻ സ്വീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു.
കേരള കോഓപ്പറേറ്റീവ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 9 മുതൽ 17 വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന റിലേ സത്യഗ്രഹത്തിന്റെ പ്രചരണാർത്ഥമുള്ള വടക്കൻ മേഖലാ ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. ഷേണായി സ്ക്വയറിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ താലൂക്ക് പ്രസിഡന്റ് എം ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ഒരുപക്ഷെ നമുക്ക് ഇന്നത്തെ ആനുകൂല്യങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം ഉണ്ടാവില്ല. ഇന്ന് അനുഭവിക്കുന്ന ആൾക്കാർ നമ്മൾ ഓർക്കുന്നുണ്ടാവില്ല. വാസ്തവമായിരിക്കാം. പക്ഷെ നമ്മൾ നമ്മുടെ കടമ ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, ഒരു റിപ്പോർട്ട് 2013 ഈ പെൻഷനെ കുറിച്ച് പഠിക്കാൻ വന്നു. രണ്ടാമതൊരു കമ്മീഷൻ വന്നു. ആ കമ്മീഷന്റെ റിപ്പോർട്ടിലെങ്കിലും നമുക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവും. നിങ്ങൾ ഒന്ന് ആലോചിക്കണം. ഞാൻ മൈക്കില്ലാതെ പറയാം എന്നാണ് കൂടിയ പെൻഷനുള്ളത് 17,800. ഒരു നമ്മുടെ ആരെങ്കിലും ഭാര്യയോ ഭർത്താവോ ഒരു LP സ്കൂൾ ടീച്ചറായിരുന്നെങ്കിൽ. ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ, വൈസ് ക്യാപ്റ്റൻ M ഗോപാലകൃഷ്ണൻ, മാനേജർ NV അജയകുമാർ, C കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സമരപ്രചരണ ജാഥ കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി. പിലിക്കോട് കാലിക്കടവിൽ നടന്ന ജില്ലാതല പര്യടന സമാപന യോഗത്തിൽ ജാഥ ലീഡറായ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രസംഗിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സഹകരണ പെൻഷൻകാരുടെ അനിശ്ചിതകാല പ്രക്ഷോഭത്തിന് മുന്നോടിയായി കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നടത്തുന്ന സംസ്ഥാന സമര പ്രചാരണ ജാഥ ജില്ലയിൽ പര്യടനം നടത്തി. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ജില്ലാ അതിർത്തിയായ കാലിക്കടവ് ടൗണിൽ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ജാഥാംഗങ്ങളെ വേദിയിലേക്ക് ആനയിച്ചു. ജില്ലാതല പര്യടന സമാപന യോഗത്തിൽ ജാഥ ലീഡറും അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ മുണ്ടൂർ രാമകൃഷ്ണനെയും ജാഥാംഗങ്ങളെയും വിവിധ യൂണിറ്റ് ഭാരവാഹികൾ ഷോളണിയിച്ചു. ഇ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ഉപനായകൻ M ഗോപാലകൃഷ്ണൻ, മാനേജർ NV അജയകുമാർ, P അഹമ്മദ് കുട്ടി, T മോഹനൻ, A മോഹനൻ, V മുകുന്ദൻ, M വിജയൻ, C ഭരതൻ, CP നാരായണൻ, P മോഹൻകുമാർ എന്നിവർ സംസാരിച്ചു. 10%, 15% വർധനം ലഭിച്ചില്ല. അതാണ് ഈ സംഘടന ഉദ്ദേശിച്ചതും സംഘടന നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത്രയും വൈകിയ വേളയിൽ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് സ്നേഹം കാണിച്ചുകൊണ്ട് ഈ ജാതിയെ സ്വീകരിക്കാൻ ഇവിടെ ഇരുന്നതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കാസർഗോഡ് തുടർന്ന് കണ്ണൂർ ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കി 15% ഇടക്കാല ആശ്വാസം അനുവദിക്കുക, മെഡിസെപ് മാതൃകയിൽ മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പിലാക്കുക, പെൻഷൻ പരിധി വർദ്ധിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെബ്രുവരി 9 മുതൽ 17 വരെ സെക്രട്ടേറിയറ്റിനു മുന്നിൽ റിലേ സത്യാഗ്രഹവും 23 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരവും സംഘടനാ നേതൃത്വത്തിൽ നടത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സംസ്ഥാനത്ത് LDF സർക്കാർ നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിന് നടത്തുന്ന LDF വികസന മുന്നേറ്റ ജാഥ വിജയിപ്പിക്കുന്നതിന് INL തൃക്കരിപ്പൂർ മണ്ഡലം കൺവെൻഷൻ രൂപം നൽകി. ഫെബ്രുവരി 2 4 മണിക്ക് കാലിക്കടവ് ടൗണിൽ നടക്കുന്ന LDFന്റെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് നൽകുന്ന സ്വീകരണ പരിപാടിയിൽ മുഴുവൻ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കുവാൻ തീരുമാനിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെയും INLനെ പ്രതിനിധീകരിച്ച് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളെയും ദീർഘകാലം സംഘടനയെ നയിച്ച മുതിർന്ന നേതാക്കളെയും കൺവെൻഷനിൽ ആദരിച്ചു. എടച്ചക്കൈ ആർക്കോയിൽ നടന്ന മണ്ഡലം കൺവെൻഷൻ INL കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം ഉദ്ഘാടനം ചെയ്തു. തിരുക്കരിപ്പൂരിൽ 4 മണിക്ക് കാലിക്കടവിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം വൻ വിജയമാക്കാൻ ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം CPM കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശക്തി ഇടതുപക്ഷത്ത് INL ആണ് എന്ന് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ സ്വീകരണ പരിപാടിയിലും അത് കാണും. നമ്മളാണ് മുൻപന്തി. LDF ആണ്, INL എന്നോ CPM എന്നോ CPI എന്നല്ല. LDFന്റെ ജാഥയാണ്. ആ ജാഥ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളിലാണ് എന്ന ബോധത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ട് INL സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M ഇബ്രാഹിം, ജില്ലാ വൈസ് പ്രസിഡന്റ് VK ഹനീഫ ഹാജി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാഫി സന്തോഷ് നഗർ, മമ്മു കോട്ടപ്പുറം, BNB ഫൈസൽ, AG ബഷീർ, ഷംസുദ്ദീൻ അരിഞ്ചിറ, റസാഖ് പുഴക്കര, ഹാഷിം പടന്ന,
കാസിം ഉടുമ്പുത്തല, മഹമ്മൂദ് മുൻഷി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വെള്ളൂർ ശ്രീ കുടക്കത്ത് കൊട്ടണച്ചേരി മഹാക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം അന്ത്യതിരിയന്മാർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളൂർ ശ്രീ കുടക്കത്ത് കൊട്ടണച്ചേരി ദേവസ്വം ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ക്ഷേത്രം അന്ത്യതിരിയന്മാരായ KV കുഞ്ഞികൃഷ്ണൻ, M കൃഷ്ണൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ ക്ഷേത്രസ്ഥാനികർ, സമുദായിക്കാർ, കൂട്ടുവായിക്കാർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കൊട്ടണച്ചേരി മഹാക്ഷേത്രത്തിലെ ഈ വർഷത്തെ കളിയാട്ടം ജനുവരി 31 മുതൽ ഫെബ്രുവരി 4 വരെ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ EK നായനാർ സ്മാരക ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ദേശീയ ടെക് ഫെസ്റ്റ് നടത്തി. 2 ദിവസങ്ങളിലായി നടന്ന കണ്ടുപിടുത്തങ്ങളുടെയും പ്രദർശനങ്ങളുടെയും മത്സരങ്ങളുടെയും ടെക്നോവ ഫെസ്റ്റ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഓൺലൈനായാണ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ടെക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. M. രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള, പഞ്ചായത്ത് അംഗം KV രാധ, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് റീജിയണൽ ഡയറക്ടർ ഡോക്ടർ PT അഹമ്മദ് സയ്യിദ്, പ്രിൻസിപ്പൽ C. സ്വർണ, T. ജനാർദ്ദനൻ, C. അഭിജിത്ത് എന്നിവർ പ്രസംഗിച്ചു. പ്രൊജക്ട് എക്സ്പോ, റോബോട്ട് സെമിനാർ, പ്രസ്കോം, C. കോഡിംഗ്, തത്വ ക്വിസ്, സ്റ്റാർട്ടപ്പ് ഐഡിയ അവതരണം, ബെസ്റ്റ് മാനേജർ മത്സരം, ആരോഗ്യ ബയോമെഡിക്കൽ ക്വിസ് തുടങ്ങിയവ നടന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ടെക് സ്നാപ്പ് മത്സരത്തിൽ വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ K. പത്മജിത്ത് 1ാം സ്ഥാനവും തൃക്കരിപ്പൂർ ABS ഗ്ലോബൽ സ്കൂളിലെ മുഹമ്മദ് സമീൽ 2ാം സ്ഥാനവും നേടി. പ്രൊജക്ട് മത്സരത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് 1ാം സ്ഥാനവും തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് 2ാം സ്ഥാനവും നേടി. സയൻസ് ക്വിസ് മത്സരത്തിൽ കരിവള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനവും പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും നേടി. വിവിധ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി 200ഓളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. മത്സര വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും നൽകി. 1 ലക്ഷം രൂപയോളം പ്രൈസ് മണിയായാണ് വിവിധ ഇനങ്ങൾക്കായി വിതരണം ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വെള്ളൂർ ശാഖ മുസ്ലിം ലീഗ് സമ്മേളനവും നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും ഫെബ്രുവരി 1 ഞായറാഴ്ച നടക്കും. ഓഫീസ് ഉദ്ഘാടനം സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി KM ഷാജി നിർവഹിക്കുമെന്നും ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളൂർ ശാഖ മുസ്ലിം ലീഗ് സമ്മേളനവും നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും ഫെബ്രുവരി 1 ഞായറാഴ്ച നടക്കും. രാവിലെ 9 മണിക്ക് ശാഖാ ലീഗ് പ്രസിഡന്റ് PMH മുഹമ്മദ് കുഞ്ഞി പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളനം ആരംഭിക്കും. 10 മണിക്ക് യുവജന, വിദ്യാർത്ഥി, വനിതാ സംയുക്ത സമ്മേളനം മുസ്ലിം യൂത്ത് ലീഗ് അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷിബു മീരാൻ ഉദ്ഘാടനം ചെയ്യും. M. അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിക്കും. ആയിഷ ഫർസാന പ്രസംഗിക്കും. മുതിർന്ന പാർട്ടി പ്രവർത്തകരെയും നാട്ടിലെ ട്രാഫിക് സേവകരായ ട്രക്കർ ഡ്രൈവർമാരെയും ചടങ്ങിൽ ആദരിക്കും. വൈകിട്ട് 4 മണിക്ക് കാറമേൽ റേഷൻ ഷോപ്പ് പരിസരത്തു നിന്നും പ്രകടനം ആരംഭിക്കും. 6:30 ഓഫീസ് ഉദ്ഘാടനം സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി KM ഷാജി നിർവഹിക്കും. M. അബ്ദുള്ള സാഹിബ് മിനി കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം ജില്ലാ ലീഗ് ജനറൽ സെക്രട്ടറി KT സഹദുള്ള നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MDP മുഹമ്മദ് ഇക്ബാൽ, TVP ഫത്താഹ്, M. അബ്ദുൾ റഷീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വാർത്തകൾ തുടരുന്നു. ഓൾ കേരള ഇന്റർ സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കൊച്ചി ലോററ്റോ കപ്പിൽ മുത്തമിട്ട് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ ഫുട്ബോൾ ടീം. ലോററ്റോ ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ ആതിഥേയത്വം വഹിച്ച ടൂർണമെന്റിൽ എറണാകുളം കോതമംഗലം ഗുജറാത്തി സെന്റ് തോമസ് ഹൈസ്കൂൾ ടീമിനെയാണ് സെന്റ് പോൾസ് തകർത്തത്. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 14 സ്കൂൾ ടീമുകൾ പങ്കെടുത്ത ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കോതമംഗലം ഗുജറാത്തി സെന്റ് തോമസ് ഹൈസ്കൂൾ ടീമിനെ തോൽപ്പിച്ചത്. 13 വയസ്സിന് താഴെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഫോർട്ട് കൊച്ചി സൗദി ലോററ്റോ ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ സ്റ്റേഡിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. ടൂർണമെന്റിലെ ജേതാക്കളായതിനു പുറമെ ടോപ്പ് സ്കോററായും ഫൈനലിലെ മികച്ച കളിക്കാരനായും സെന്റ് പോൾസ് ടീമിലെ ഐഫാബയെ തിരഞ്ഞെടുത്തു. അലോക് വികാസ് നായകനായി ഇറങ്ങിയ സെന്റ് പോൾ സ്കൂൾ ടീമിനെ കായികാധ്യാപകനായ AGC ഹംലാത്താണ് പരിശീലിപ്പിച്ചത്.
തങ്കയം സ്വദേശി AK സുഫൈറാണ് ടീം മാനേജർ. ലോററ്റോ കപ്പ് സ്വന്തമാക്കിയ സെന്റ് പോൾസ് AUP സ്കൂൾ ടീമിന്റെ സംസ്ഥാന നേട്ടത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കളിക്കാരെയും പരിശീലകനെയും മാനേജറെയും ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയും വിദ്യാർത്ഥികളുടെ കയ്യടിയുമായാണ് സ്കൂളിലേക്ക് സ്വീകരിച്ചത്. തുടർന്ന് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗം സ്കൂൾ മാനേജർ ഫാദർ മാത്യു തൈക്കൽ ഉദ്ഘാടനം ചെയ്തു. വളരെയേറെ സന്തോഷപൂർവ്വമുള്ള ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് നടന്ന ഇന്റർ സ്കൂൾ ടൂർണമെൻറ്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ 13 കായിക താരങ്ങളാണ്. അവർക്കുള്ള സ്വീകരണമാണ് നമ്മളോട് ഒരുക്കിയിട്ടുള്ളത്. PTA പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു. മുഖ്യാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി സരിത സന്തോഷ്, KG ദേശ്, AGC ഹംലാദ്, AK സുഫൈർ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വിദ്യാർത്ഥികൾക്ക് കായിക ലഹരിയുടെ പാഠങ്ങൾ പകർന്നു നൽകാൻ അധ്യാപകർക്ക് പരിശീലനം. മാടായി ഉപജില്ലയിലെ സ്കൂളുകളിലെ അധ്യാപകർക്കാണ് കളിയങ്കണം എന്ന പേരിൽ ദ്വിദിന പരിശീലനം നൽകുന്നത്. മാടായി ബോയ്സ് സ്കൂളിൽ നടന്ന പരിപാടി മുൻ ഗോവ ഫുട്ബോൾ താരം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ മൊബൈൽ ഫോണിന്റെയും സോഷ്യൽ മീഡിയയുടെയും ദുരുപയോഗത്തിൽ നിന്നും മറ്റ് ലഹരി ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിച്ച കളിക്കളങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് പല സ്കൂളുകളും ഉള്ളത്. കുട്ടികളിൽ കായിക ലഹരി കൊണ്ടുവരാൻ ആദ്യം അധ്യാപകർക്ക് അതിനുള്ള പരിശീലനം നൽകണം. അതിനായാണ് മാടായി BRCയുടെ നേതൃത്വത്തിൽ ഉപജില്ലയിലെ 100ഓളം സ്കൂളുകളിലെ അധ്യാപകർക്കായി കളിയങ്കണം എന്ന പേരിൽ ദ്വിദിന പരിശീലനം നൽകുന്നത്. പഠനത്തോടൊപ്പം കായിക വിദ്യാഭ്യാസത്തിനും സർക്കാർ ഊന്നൽ നൽകുന്നുണ്ടെന്ന് മാടായി AEO ഡോക്ടർ KKP സംഗീത പറഞ്ഞു. പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള ഉന്നതിയിലേക്ക് കുട്ടികൾ വളർന്നു വരണമെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന അധ്യാപകർക്ക് തീർച്ചയായും ഈ പരിശീലനം ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നൽകുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ കളി അങ്കണമാണ്. കളി സ്കൂളിന്റെ മുറ്റത്ത് നിന്ന് കളി പുറത്തേക്ക് വലിയ മൈതാനങ്ങളിലേക്ക് പോവേണ്ടതുണ്ട്. വലിയ മൈതാനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്കണത്തിൽ സ്കൂൾ മുറ്റത്ത് ഏറ്റവും നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കുക. അത് കൂടാതെ കളി വെറും കളിയല്ല, കളിയിലൂടെ കുട്ടികൾ നേടേണ്ടതായിട്ടുള്ള വലിയ ബുദ്ധിപരവും വൈകാരികവും മാനസികവും അതിലുപരിയായിട്ട് സാമൂഹികവുമായിട്ടുള്ള ശേഷികളുണ്ട്. അത് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിഭാവനം ചെയ്യുന്നത്. K. രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി, ഡോക്ടർ P. ഷീജ, M. ഹൈമ, SA ജീവാനന്ദ്, CP സന്ദീപ് ചന്ദ്രൻ, KV സജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കൊടക്കാട് വലിയപൊയിൽ പാട്യം സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അക്ഷരകരോൾ സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ N. റഹ്മത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊടക്കാട് വലിയപൊയിൽ പാട്യം സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അക്ഷരകരോൾ സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ N. റഹ്മത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാടമുക്കിൽ നിന്നും തുടങ്ങിയ ഘോഷയാത്ര വലിയപൊയിൽ സെന്ററിൽ സമാപിച്ചു. സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കളുടെ പ്ലക്കാർഡുകൾ കൈലേന്തിയായിരുന്നു അക്ഷരകരോൾ നടന്നത്. നിരവധി പേർ ഈ അക്ഷര ഘോഷയാത്രയിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രൈമറി കായികമേള സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K. പ്രീത ഉദ്ഘാടനം നിർവഹിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച പ്രൈമറി കായികമേള പഞ്ചായത്ത് പ്രസിഡന്റ് K. പ്രീത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ LP, UP വിഭാഗത്തിൽപ്പെട്ട മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. പഠനത്തോടൊപ്പം കുട്ടിയുടെ കായികശേഷി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കായികമേള സംഘടിപ്പിച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AV ഷൈമ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശ്രീകുമാർ മാസ്റ്റർ, PV വിജയൻ, MK കരുണാകരൻ, ബിന്ദു എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴയങ്ങാടിയിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ യുവതിക്ക് നഷ്ടപ്പെടേണ്ടിയിരുന്നത് ലക്ഷങ്ങൾ. കേരള ഗ്രാമീൺ ബാങ്ക് പഴയങ്ങാടി ബ്രാഞ്ചിലെത്തിയ യുവതിക്ക് പണം നഷ്ടപ്പെടാതിരുന്നത് ജീവനക്കാരൻ വിഷ്ണു വിജയന്റെ ഇടപെടലിലൂടെ. MLAയുടെ അഴിമതിക്കെതിരെയും CPM നടത്തുന്ന അക്രമങ്ങൾക്കെതിരെയും എന്ന മുദ്രാവാക്യവുമായി DCCയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ സത്യഗ്രഹ സമരം സംഘടിപ്പിച്ചു. സജീവ് ജോസഫ് MLA സമരം ഉദ്ഘാടനം ചെയ്തു. ഫണ്ട് വിവാദത്തിൽ TI മധുസൂദനൻ MLAയുടെ രാജി ആവശ്യപ്പെട്ട് പയ്യന്നൂരിൽ മാർച്ച് നടത്തിയ 209 BJP പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. മാർഗതടസ്സം സൃഷ്ടിച്ചതിനാണ് കേസ്. റോഡിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ ഡ്രൈവർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സൗജന്യ കേൾവി കാഴ്ച പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായാണ് വിവിധ സംഘടനകളുമായി ചേർന്ന് പഴയങ്ങാടിയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് KN ഗീത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.